നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് വളരെ ലളിതമായി C++ കോഡിംഗ് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ പോയി C++ കോഡിംഗ് എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ C++ കോഡിംഗ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാളിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നു. ആദ്യം തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് ഹലോ വേൾഡിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് കാണാം. ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. #include IOStream യൂസിങ് നെയിംസ്പേസ് std int main code hello world /n പകരം എൻഡ് ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിട്ടേൺ 0 കൊടുത്ത് കാണാം. പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഹലോ വേൾഡ് എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ മറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാം എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്നുകൂടെ വലുതാക്കാൻ വേണ്ടി സാധിക്കും. മെനുവിൽ പോയി സെറ്റിങ്സിൽ പോയി ഫോണ്ടിൻ്റെ സൈസ് നമുക്കിതുപോലെ വലുതാക്കാൻ വേണ്ടി സാധിക്കും. രണ്ട് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നതിന് N1, N2, sum is എന്ന് കൊടുക്കാം. തീർച്ചയായും ഇവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഇവിടെ എൻഡ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻഡ് ലൈനിന് പകരം നമുക്ക് /n കൊടുക്കാവുന്നതാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാമാണ്. സ്റ്റാർട്ടിങ് സെമിക്കോളൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, റൺ ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നു. 5, 6 സം ഈസ് 11 എന്ന് ആൻസർ ചെയ്ത് കാണാം. സം ഈസ് 11. ഈ രീതി നമുക്ക് എല്ലാ പ്രോഗ്രാമും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം എങ്ങനെ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാമെന്ന് നോക്കാം. മെനുവിൽ പോയി സേവ് ആസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ കോഡിംഗ് C++ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനെ sum.cpp എന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. തീർച്ചയായും കണ്ടൻറ്റ് കംപ്ലീറ്റ് ക്ലിയർ ആവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓരോ പ്രോഗ്രാമും ഈ വളരെ സിമ്പിളായ, പ്രത്യേകിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത മറ്റ് പരസ്യങ്ങൾ വന്ന് നമ്മൾ പ്രയാസപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷനിൽ പോയിട്ട് ആ ഫയൽ നമുക്ക് തിരിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ മൊബൈലിൽ പ്രോഗ്രാമുകൾ സേവ് ചെയ്യാനും സേവ് ചെയ്ത പ്രോഗ്രാം ഓപ്പൺ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ SQL എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതുപോലെ HTML, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള കോഡുകളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ വളരെ ലളിതമായി C++ കോഡിംഗ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്.
ഓക്കെ, താങ്ക് യു.